കർത്താവ് പറയുകയാണ്, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും തുറന്നു തന്നാൽ ഞാൻ അകത്ത് വരാം. മുമ്പ് നമ്മൾ അവന്റെ വാതിക്കൽ മുട്ടിയതാണ്. ചോദിച്ചു, നമുക്ക് കിട്ടി. അന്വേഷിച്ചു, നമ്മൾ കണ്ടെത്തി. നമ്മൾ അവന്റെ വാതിക്കൽ മുട്ടി, അവൻ തുറന്നു തന്നു. നമ്മൾ പ്രാപിച്ചു അനുഗ്രഹങ്ങൾ, നന്മകൾ, പരിശുദ്ധാത്മാവ്. ഇപ്പോഴിതാ വെളിപ്പാട് പുസ്തകത്തിൽ വെളിപ്പെട്ടവൻ നമ്മളോട് പറയുന്നു, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. എന്തിനാ? അതിൻ്റെ ഉത്തരം കിടക്കുന്ന ഉത്തമഗീതത്തിനാണ്. വാതിക്കൽ മുട്ടുന്ന എൻ്റെ പ്രിയന്റെ സ്വരം. എൻ്റെ പ്രിയന്റെ സ്വരം എന്താണ്? മുട്ടുന്ന സ്വരമല്ല, മുട്ടുമ്പോൾ വിളിച്ചു പറയുകയാണ്, പ്രിയേ, കാന്തേ, എൻ്റെ നിഷ്കളങ്കേ, എൻ്റെ പ്രാവേ, തുറക്കുക. അകത്തുനിന്ന് കാന്ത എന്താ പറയുന്നത്? ഞാൻ എൻ്റെ അങ്കി ഊരിയിരിക്കുന്നു, എൻ്റെ കാലുകളെ ഞാൻ കഴുകി വീണ്ടും അതിനെ മലിനമാക്കുന്നത് എങ്ങനെ? കുറച്ച് കഴിഞ്ഞ് വാതിൽ തുറന്നപ്പോൾ പ്രിയൻ പൊയ്ക്കളഞ്ഞിരുന്നു. അപ്പോൾ സ്പിരിച്വൽ സാച്ചുറേഷൻ, സ്വയനീതി പ്രാപിച്ചാൽ, എല്ലാം തികഞ്ഞുവെന്ന് തോന്നിയാൽ, കർത്താവിൻ്റെ പക്ഷത്താണെന്ന് തോന്നുമ്പോഴും കർത്താവ് പറയാണ്, ഇല്ല, പുറത്തേക്ക് വരിക, വാതിൽ തുറക്കുക. നിനക്ക് ദൈവഭക്തി എക്സർസൈസ് ചെയ്യേണ്ടതുണ്ട്. ഭക്തനാണെന്ന് തോന്നൽ പോരാ, അനാഥരെയും വിധവമാരെയും അവരുടെ ഞെരുക്കങ്ങളിൽ കാണേണ്ടതുണ്ട്. സഹോദര പ്രീതി പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കാല് നീ കഴുകിയെങ്കിലും അതിനെ വീണ്ടും മലിനമാക്കേണ്ടി വരും, ദൈവവേലയ്ക്ക് വേണ്ടി. അങ്കിനി ഊരിയതാണ്, റെസ്റ്റ് എടുക്കാൻ പോണല്ല, വീണ്ടും ധരിക്കുക. ക്രിസ്തുവിനോടുകൂടെ സുവിശേഷ വയലിൽ മറ്റുള്ളവർക്ക് ആശ്വാസമായി ദൈവസ്നേഹത്തിൻ്റെ പ്രവൃത്തി ചെയ്യാൻ